ഫിഫ്ത് ചാപ്റ്ററിലെ കുറെ ഒക്കെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത്ര തുടക്കത്തിലൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞൊന്നും ഇല്ലായിരുന്നു അല്ലേ. ജസ്റ്റ് ബാർ മാഗ്നറ്റിനെ കുറിച്ചും പിന്നെ സോളിനോയിഡും ബാർ മാഗ്നറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്, വീഡിയോ ഒക്കെ ഓണാക്കി, വീഡിയോ ഒക്കെ ഓണായിരുന്നോട്ടെ, ഓക്കെ, റിലേഷൻ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. പിന്നെ ഒരു ഡെറിവേഷനിൽ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ഏതായിരുന്നു, ടൈം പീരീഡ്, അതായത് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഇത്ര ഒരു ആംഗിൾ വരെ. നമ്മൾ പറഞ്ഞു ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള അല്ല യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിക് ഡൈപോൾ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ടോർക്ക് ഉണ്ടാകും അല്ലേ. അതിന്റെ അടുത്ത് ടോർക്ക് എന്ന് പറയുന്ന ടോർക്ക് ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. മറന്നു പോകുന്ന ഇക്വേഷൻ എം ബി സൈൻ തീറ്റ എന്നാണ് അവിടുത്തെ ടോർക്കിന്റെ ഇക്വേഷൻ. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ടൈം പീരിയഡ്, അതായത് ഇത്ര ആംഗിൾ വരെ എത്താൻ വേണ്ടിയിട്ടുള്ള ടൈം പീരിയഡ് അത് കണ്ടുപിടിച്ചു. അത് എത്രയാണ്, ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഐ ബൈ എം ബി. 2π റൂട്ട് ഐ ബൈ എം ബി ആണ് അവിടുത്തെ ടൈം പീരിയഡ്. അതുപോലെ തന്നെ വർക്ക് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി അതെത്രയാണ്, യു ഈസ് ഈക്വൽ ടു മൈനസ് എം ബി കോസ് തീറ്റ. യു ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് എം ബി കോസ് തീറ്റ. മൈനസ് എം ബി കോസ് തീറ്റ. ടോർക്ക് ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഇന്നലെ നേരത്തെ പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ബാർ മാഗ്നറ്റ് ആൻഡ് മാഗ്നറ്റിക് ഡൈപോൾ, ഇത് നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ആയിരുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. മാഗ്നറ്റിസം എന്താണ് മാഗ്നറ്റ്, എന്തൊക്കെ ടൈപ്പ് മാഗ്നറ്റുകൾ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്താണ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താണ് ഗൗതം മാഗ്നറ്റിസം? ആ ഒരു കഴിവിനെയാണ്, അതായത് മാഗ്നറ്റിന് അട്രാക്ട് ചെയ്യാനുള്ള അയണിനെയും അതുപോലെ തന്നെ എന്താണ് സ്റ്റീല്, കൊബാൾട്ട് പോലത്തുള്ള സാധനങ്ങളെ അട്രാക്ട് ചെയ്ത് പിടിക്കാനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാഗ്നറ്റിസം എന്ന് പറയുന്നത്. സോ എഴുതിക്കൊള്ളുക, എന്താണ് മാഗ്നറ്റിസം? MAGNETISM, മാഗ്നറ്റിസം. MAGNETISM, മാഗ്നറ്റിസം. മാഗ്നറ്റിസം എന്താണ്? The phenomenon of BHENO, MENO, phenomenon of attraction of small bits of bit, BIT, okay, small bits of iron, iron, steel, cobalt, etc. towards the ore is called magnetism. Towards the ore is called magnetism. Yes. മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മാഗ്നറ്റിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയലിന് ഈ അയണിനെയും കൊബാൾട്ടിനെയും സ്റ്റീലിനെയും ഒക്കെ അട്രാക്ട് ചെയ്ത് പിടിക്കാനുള്ള അതിന്റെ ഒരു കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാഗ്നറ്റിസം എന്ന് പറയുന്നത്. മാഗ്നറ്റിസം കാണിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, താഴെ എഴുതുക, the material which exhibit this property, the material which exhibit magnetism is called, the material which exhibit magnetism is called magnet. Yes. Yes. ഇപ്പൊ മാഗ്നറ്റിസത്തിന് കാരണം നമുക്കറിയാം, മാഗ്നറ്റിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതൊക്കെ കൊണ്ടാണ് നമുക്ക് മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് മാഗ്നറ്റ്സ് ആർ ഓഫ് 2 types. മാഗ്നറ്റ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണത് 2 ടൈപ്പ് മാഗ്നറ്റ്സ്? നാച്ചുറലും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സും ആണ്.
സോ മാഗ്നറ്റ് എന്ന് എഴുതുക, 2 വര വരയ്ക്കുക. ഒന്ന് നാച്ചുറൽ, മറ്റേത് ആർട്ടിഫിഷ്യൽ. മാഗ്നറ്റ് 2 വര, നാച്ചുറലും ആർട്ടിഫിഷ്യലും. എന്താണ് നാച്ചുറൽ മാഗ്നറ്റ്സ്? നാച്ചുറൽ മാഗ്നറ്റ് എന്താണെന്ന് പറയുന്നില്ല. അതായത് എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള മാഗ്നറ്റുകളെയാണ് നമ്മൾ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്ത് ഒക്കെ ഭയങ്കര വീക്ക് ആയിരിക്കും. അത്ര സ്ട്രോങ് മാഗ്നറ്റ് ഒന്നും നാച്ചുറൽ ആയിട്ട് കിട്ടത്തില്ല. ഡെഫിനേഷൻ ഒന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ. പിന്നെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മാൻമെയ്ഡ് ആയിട്ടുള്ളവരായിരിക്കും. നമുക്കറിയാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്ട്രെങ്ത് കൂട്ടിയും കുറച്ചും ഒക്കെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റുകളുണ്ട്. ആർട്ടിഫിഷ്യൽ കോമ്പസ് നീഡില്, ഷൂ മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് ഒക്കെ എന്താണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിൽ വരുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. എന്താണ് മാഗ്നറ്റിസം, മാഗ്നറ്റ്, ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാർ മാഗ്നറ്റിനെ കുറിച്ച് പഠിക്കുന്നത്. ഇത്രയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും ബാർ മാഗ്നറ്റിനെ കുറിച്ച് പഠിക്കേണ്ടിയിരുന്നത്. പക്ഷെ ബാർ മാഗ്നറ്റിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. നോർത്ത് സൗത്ത് പോളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ പറയേണ്ട ഒരു കാര്യമാണ് മാഗ്നറ്റിക് ഡൈപോൾ. അത് നമ്മൾ ഇന്നലെ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് നമുക്കറിയാം. പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഫിക്സഡ് ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ? ഹെഡിങ് കൊടുക്കുക, മാഗ്നറ്റിക് ഡൈപോൾ. മാഗ്നറ്റിക് ഡൈപോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ 2 ചാർജസിന്, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജസിന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തേക്കുമായിരുന്നു. മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം? ചാർജസിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത്? അല്ല, പകരം പിന്നെ എന്തിനു വെച്ചിട്ടാണ് ഒരു മാഗ്നറ്റിന്റെ ഫീച്ചറുകളൊക്കെ നമ്മൾ പറയണത്? അവരുടെ പോൾസ്. എന്താണ് 2 ഓപ്പോസിറ്റ് പോളുകളെ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തേക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡൈപോൾ ആണെങ്കിൽ ചാർജസുകളെ സെപ്പറേറ്റ് ചെയ്തേക്കും. മാഗ്നറ്റിക് ഡൈപോൾ ആണെങ്കിൽ പോളുകളെയാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. സോ എന്താണെന്ന് എഴുതിക്കോ. ഹെഡിങ് എഴുതിയില്ലേ മാഗ്നറ്റിക് ഡൈപോൾ? അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. A magnetic dipole is an arrangement. A magnetic dipole is an arrangement of. Magnetic dipole is an arrangement of. Two magnetic poles. TWO. Two magnetic poles. 2 magnetic poles. 2 magnetic poles. Of equal and opposite strength, separated by a small distance. Separated by a small distance. എക്സാമ്പിൾ നോക്കുകയാണ്, ഒരു ബാർ മാഗ്നറ്റ്. അത് അങ്ങനെയല്ല, 2 പോളുകൾ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തേക്കുവാണ്. അങ്ങനെയുള്ളതിനെയാണ് മാഗ്നറ്റിക് ഡൈപോൾ എന്നും വിളിക്കുന്നത്. ഇവിടെ -m +m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോളുകളാണ്. നമ്മൾ ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ +q -q എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് പോളുകളെയാണ് ഇവിടെ -m +m വെച്ച് കാണിക്കുന്നത്. മാഗ്നറ്റിക് ഡൈപോൾ എന്താന്ന് മനസ്സിലായല്ലോ. അടുത്താണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഹെഡിങ് കൊടുക്കുക, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. എഴുതിക്കോ. It is the product of the strength of either pole
either pole and the magnetic length of the magnet Okay, നമുക്കറിയാം ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വേഷൻ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P is equal to എന്താ അർജുനെ? P is equal to P, electric dipole moment P is equal to 2π/ε0 അങ്ങനെ എന്തിനാണോ? അതെ അതെ അല്ലല്ലേ, P is equal to 2AQ. അത് തന്നെയാണോ ഗൗതം? P is equal to 2AQ. P is equal to 2AQ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജിനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് ആണ്. Q എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഒരു ചാർജ്, ഏതെങ്കിലും ഒരു ചാർജ്, അങ്ങനെയാണ്. സെയിം രീതിയിലാണ് ഇവിടുത്തെ ഇക്വേഷൻ വന്നേക്കുന്നത്. സ്ട്രെങ്ത് ഓഫ് എയ്തർ പോൾ. ഇവിടെ നമ്മൾ -m+n എന്നാണ് ആ പോൾസിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ നമ്മൾ കോമൺ ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ M ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ആൻഡ് അവരുടെ ഡിസ്റ്റൻസ് അത് എത്രയാണ്? ഇവിടെ 2L ആണ്. അപ്പം ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് M is equal to എന്താണ്? M സ്മോൾ ലെറ്റർ m into 2L. മാഗ്നറ്റിക് മൊമെന്റിനെ ക്യാപിറ്റൽ M വെച്ചിട്ടാണ് കേട്ടോ ഡിനോട്ട് ചെയ്തേക്കുന്നത്. M is equal to m into 2L. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ തന്നെ മറ്റേ എന്താണ്? പോൾ ഇൻറ്റു ഡിസ്റ്റൻസ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. M is equal to ക്യാപിറ്റൽ ലെറ്റർ M is equal to m into 2L. ഈ ഇക്വേഷൻ എഴുതിയെടുക്കുക കേട്ടോ. ആൻഡ് ഇവന്റെ SI യൂണിറ്റ്, ഡൈപോൾ മൊമെന്റിന്റെ SI യൂണിറ്റ് എന്തായിരുന്നു? അത് ജൂള്. ജൂളോ? ജൂളല്ലേ? ജൂളൊന്നുമല്ല. എന്നാ ഓം ആയിരിക്കും. ഡൈപോൾ മൊമെന്റിന്റെ ഒരു ഓം ഓം റെസിസ്റ്റൻസ് ആണ്. എന്താ ഗൗതം ഡൈപോൾ മൊമെന്റിന്റെ SI യൂണിറ്റ്? ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്താണ്? ഡിബേ എന്ന് കേട്ടിട്ടില്ലേ? ഡിബേ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ആണ് ഡിബേ. സോ നമ്മുടെ ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ആണ് ജൂൾ പെർ ടെസ്ല എന്നാണോ വെറും ടെസ്ല എന്നാണോ? ജൂൾ പെർ ടെസ്ല ഇല്ലേ? ജൂൾ പെർ ടെസ്ലയും അതുപോലെ തന്നെ ആംപിയർ മീറ്റർ സ്ക്വയർ, ഇത് രണ്ടും എന്താണ്? ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ആണ്. ആ യൂണിറ്റ് കൂടി വൺ വേർഡ് ഒക്കെ ആയിട്ട് യൂണിറ്റുകൾ ചോദിക്കാറുള്ളതാണ്. മറ്റേ വെറും ഡൈപോൾ മൊമെന്റിന്റെ കാര്യം പാട്ടും പാടി ഇരിക്കും അവനോട്. അറിഞ്ഞു നമുക്ക് കറക്റ്റ് മനസ്സിലാകും. ശരിക്കും മനസ്സിലാകും. നിങ്ങൾ എന്നാ ചെയ്യുവാന്ന് വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞ. ഓക്കെ, സോ എഴുത് SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഈസ് ജൂൾ പെർ ടെസ്ല ഓർ ആംപിയർ മീറ്റർ സ്ക്വയർ. or ampere meter square. ഓക്കെ, ഈ ഇക്വേഷൻ ഒക്കെ ചിലപ്പോൾ വൺ വേർഡ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ അനലോഗ് പറയുന്ന സമയത്ത് ഈ പാഠത്തിൽ കുറച്ച് കഴിയുമ്പോൾ അനലോഗ് പറയുന്നുണ്ട്. ഈ സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അത് പറയുമ്പോഴൊക്കെ ഈ ഇക്വേഷൻ ആവശ്യമാണ്. പ്രോബ്ലം ആയിട്ടും ചിലപ്പോൾ ചോദിക്കാം. യൂണിറ്റും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾ ഓർക്കണുണ്ടായിരിക്കും നമ്മുടെ മറ്റേ ഡൈപോൾ മൊമെന്റ് പഠിച്ച സമയത്ത് ആക്സിയൽ പോയിന്റിലെ ഡൈപോൾ മൊമെന്റ് എത്രയാണ്. ഇനി ഇക്വറ്റോറിയൽ പോയിന്റിലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ എന്തോ അല്ല പഠിച്ചത്. ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്, അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്നോ എന്തോ നമ്മൾ ഫോം ചെയ്തെടുത്തായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് അതായത് ഒരു ഡൈപോൾ ഉണ്ട്. ഡൈപോളിന് ആക്സിയൽ ആയിട്ട് അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ത്, ആക്സിയലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്. അതുപോലെ ഇക്വറ്റോറിയൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന
എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നൊക്കെ കണ്ടുപിടിച്ച് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് പാടത്തിൽ ഫസ്റ്റ് പാഠം ആ ഫസ്റ്റ് പാഠത്തിൽ. സോ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, ആക്സിയലിനും ഇക്വറ്റോറിയനും. അതൊരു ഡെറിവേഷൻ ആണോ? അത് ഡെറിവേഷൻ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ഈ പാഠത്തിലും? അല്ല, മറ്റേ പാടത്തിൽ, ഫസ്റ്റ് പാഠം. ഈ പാഠത്തിൽ ഡെറിവേഷൻ അല്ലല്ലോ. ഈ പാഠത്തിൽ ഡെറിവേഷൻ ആയിട്ട് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കണം കേട്ടോ. ആർക്കെങ്കിലും തന്നിട്ടുണ്ടോ? ഈ പാഠം ആർക്കെങ്കിലും എടുത്തോ? കഴിഞ്ഞ് 10ാമത്തെ പാട്. എന്നിട്ടാണ് ഗൗതത്തിന് തന്നിട്ടുണ്ടോ? അതൊന്ന് നോക്കണം, അതൊന്ന് നോക്കിയിട്ട് പറയണം. ഈ പാഠത്തിൽ നമ്മുടെ മാഗ്നറ്റിക് ഡൈപോളിന് ആക്സിയലിൽ പ്ലേസ് ചെയ്യുന്ന പോയിന്റ്, അതുപോലെ ഇക്വറ്റോറിയലുള്ള പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഡെറിവേഷൻ തന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. ഓക്കെ, ഈ കാര്യം എഴുതിയെടുത്തോ. വെൻ പോയിന്റ് ലൈൻ ഓൺ ആക്സിയൽ ലൈൻ, ഹെഡിങ് എഴുതിക്കൊള്ളുക. വെൻ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, വെന്ന് വെട്ടുക, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി at a point on axial line, ആക്സിയൽ ലൈൻ അറിയാലോ നമുക്ക്, രണ്ട് പ്ലസ് എം മൈനസ് എം എന്നും പറയുന്ന രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്, എന്താണ് മാഗ്നറ്റ് ഉണ്ട്, ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബാർ മാഗ്നറ്റിന്റെ സെയിം ആക്സിസിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെയാണ് നമ്മൾ ഈ ആക്സിയൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ മാഗ്നറ്റ് ഇരിക്കുന്ന സമയത്ത് ഈ പോയിന്റിന് എന്തോരം മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടും, അതിനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പറയണത്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ആണ് ബി. ബി ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. സോ ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ, P is equal to mu 0 by 4 pi 2m by dq. ഇതാണ് ഒരു ആക്സിയൽ പോയിന്റിലെ ഇക്വേഷൻ. ഒരു ആക്സിയലിൽ ഇരിക്കുന്ന പോയിന്റ് ആണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് mu 0 by 2 pi 2m ആട്ടോ, 2m ഡിവൈഡഡ് ബൈ d ക്യൂബ് ആണ്. 2m ഡിവൈഡഡ് ബൈ d ക്യൂബ്. mu 0 ഒരു കോൺസ്റ്റന്റ് ആണ്. mu 0യുടെ വാല്യൂ നമ്മൾ പഠിച്ചതല്ലേ. mu 0 is equal to 8.854 into 10 raised to minus 12 അങ്ങനെയാണോ? ഇത് എപ്സിലോൺ. സോ ഇതിന്റെ വാല്യൂ ആണ്, mu 0യുടെ വാല്യൂ എഴുതിക്കൊള്ളുക 4 pi into 10 raised to minus. ഇതാണ് നമ്മുടെ mu 0യുടെ വാല്യൂ. mu 0 is equal to 4 pi into 10 raised to 7. 7 ആണ് മൈനസ് ആണോ? മൈനസ് 7 ആണ്. ആൻഡ് 4 pi അറിയാലോ. m എന്താ? ക്യാപിറ്റൽ ലെറ്റർ m എന്തായിരുന്നു? മാഗ്നറ്റിക് ഡൈപോളാ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. എഴുതി വെക്കങ്ങോട്ട്. ഇത് ക്യാപിറ്റൽ എല്ലാവർക്കും ഇക്വേഷൻ അറിയാം, സാധനം എന്താണെന്ന് അറിയത്തില്ലാണ്ടിരിക്കും. എഴുതി വെക്ക്, ക്യാപിറ്റൽ ലെറ്റർ എം, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. താഴെ കിടക്കുന്ന കുഞ്ഞ് ഡി എന്താ? സ്മോൾ ലെറ്റർ ഡി. ഡിസ്റ്റൻസ്. ഒന്നെങ്കിൽ നമുക്കതിനെ ലെങ്ത് ഓഫ് മാഗ്നറ്റ് എന്ന് വിളിക്കാം. ഈ സെയിം സാധനം തന്നെയാണ് കേട്ടോ ഡിസ്റ്റൻസ് എന്നും പറയണത്. അതായത് ഈ പ്ലസ് എമ്മും മൈനസ് എമ്മും വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ലെങ്ത് ഓഫ് മാഗ്നറ്റ് എന്നോ വല്ല എഴുതിയാൽ മതി. ഇതിൽ കുറച്ച് കഴിയുമ്പം ലെങ്ത് ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ ലെങ്ത് എന്ന് പറയുമ്പം ഓർക്കണം, രണ്ട് എൻഡ് ഉണ്ട്, പ്ലസ് എമ്മും മൈനസ് എമ്മും. ഇവിടം വരെയുള്ള ദൂരമാണ് നമ്മൾ ഈ പറയുന്ന ഡിസ്റ്റൻസ്. ഇവിടെ വരെയുള്ള ദൂരം എങ്ങനെയായിരുന്നു? 12. ഓക്കെ, ഇതാണ് ഒരു ആക്സിയൽ ഉള്ള പോയിന്റ് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഇനി ഒരു പോയിന്റ് ഇക്വറ്റോറിയൽ ആണെന്ന് വിചാരിക്കുക. ഇത് എഴുതിയെടുത്തോ? ഇത്രയും കാര്യം ഇക്വേഷനും അതിന്റെ ടേംസും എഴുതിയല്ലോ. അടുത്തത് ഇക്വറ്റോറിയൽ ആണ് നമ്മുടെ പോയിന്റ് എന്ന് വിചാരിക്കുക. പോയിന്റ് ഇക്വറ്റോറിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ ഗൗത ഒരു പോയിന്റ് ഇക്വറ്റോറിയൽ? പറഞ്ഞോ, ആരാ പറയാൻ തുടങ്ങി?
ഇക്വിറ്റോറിയൽ നടുക്കാണോ? പ്ലസ് എമ്മും മൈനസ് എമ്മും ഏത് ഇവിടെയോ ആണോ? അവിടെയാണോ? ആണോ? നിങ്ങളല്ലേ പഠിച്ചത്, നിങ്ങളല്ലേ പഠിച്ച് പരീക്ഷ എഴുതിയത്. പൊക്കത്തല്ലേ ചേച്ചി? എല്ലാവർക്കും ഫുള്ളല്ലേ? പൊക്കത്തല്ലേ? ഏത് അഭിനവനെ കൂടുതൽ ആർക്ക്? ഒരു ഗൗതം ഇക്വറ്റോറിയൽ ഏതാ? ഏത് ഇതാണോ ഈ പോയിന്റ്? പൊക്കത്ത്. നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ച് അതെ. അതായത് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആ ലൈൻ, ഈ ഇതിന്റെ ടോപ്പ് പോയിന്റിനെയാണ് എന്തെന്ന് വിളിക്കണത്? ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് വിളിക്കണത് അല്ലേ? ഇതല്ലേ? ഇതിനാണ് ഇക്വറ്റോറിയൽ ഉള്ള പോയിന്റ് എന്ന് വിളിക്കണത്. ആൻഡ് അങ്ങനെ ഈ രണ്ട് മാഗ്നറ്റ്, ഇവിടെയുള്ള മാഗ്നറ്റ് മൂലം ഈ പോയിന്റിന് അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു, മറ്റേ നമ്മുടെ പഴയ ഇക്വേഷനിലേക്ക് പോകുവായിരുന്നേലും സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ. μ0/4π m by dq. അവിടുത്തെ 2 ഇല്ലാണ്ടായിന്നേ ഉള്ളൂ. m/dq. ഇതാണ് ആക്സിയൽ പോയിന്റിലാണെങ്കിൽ ഇവിടെ എഴുതണം. അല്ല, ആക്സിയൽ അല്ല, ഇക്വറ്റോറിയൽ. when the point lies on equatorial line, when the point lies on equatorial line of a bar magnet, when point lies on equatorial line of a bar magnet, then the magnetic field exerted on point B is equal to point B. Then the magnetic field exerted on point P, ഫോം എടുക്കുക, എന്നിട്ട് താഴെ B is equal to μ0/4π m/dq. D ആണ് കേട്ടോ ഇത്. D ആണ്. dq. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പ്രോബ്ലം ചോദിക്കും. എം എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് എം. ക്യാപിറ്റൽ ലെറ്റർ എം ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, രണ്ട് ഇക്വേഷന് ക്ലിയർ ആണല്ലോ. ഇതിന്റെ ഡെറിവേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് എന്റെ അടുത്ത് പറയണം. ചിലതിൽ ഡെറിവേഷൻ ഉണ്ട്, ചിലതിൽ ഡെറിവേഷൻ പറയണേ. അടുത്തതാണ് പോൾ സ്ട്രെങ്ത്. പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. പോൾ സ്ട്രെങ്ത്, പോൾ സ്ട്രെങ്തിനെ നമ്മൾ സ്മോൾ ലെറ്റർ എം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, നമ്മൾ ആ മാഗ്നറ്റ് വരച്ചപ്പം പ്ലസ് എമ്മും മൈനസ് എമ്മും രണ്ട് സ്മോൾ ലെറ്റർ അല്ലായിരുന്നു? ആ സെയിം സാധനമാണ് ഇവിടെ പറയുന്നത്, പോൾ സ്ട്രെങ്ത് എം. എന്താണ് പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് പോൾ ടു അട്രാക്ട് മാഗ്നറ്റിക് മെറ്റീരിയൽ ടുവേഴ്സ് ഇറ്റ്സ്. അതായത് ഒരു പോളിന് അതിന്റെ അടുത്തേക്ക് ഒരു വസ്തുവിനെ അട്രാക്ട് ചെയ്ത് പിടിക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോൾ സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പോൾ സ്ട്രെങ്ത് ഓക്കെ അല്ലേ? ഹെഡിങ് എഴുതുക, പോൾ സ്ട്രെങ്ത്, ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ എം. എന്താണ് പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ അർജുനെ? ഒരു മാഗ്നറ്റിനെ എന്റെ പോളിലോട്ട് അട്രാക്ട് ചെയ്യുന്നത്, പുറത്തു നിന്നാണ് അട്രാക്ട് ചെയ്യുന്നത്. പോളിന്റെ കഴിവ്, പോളിന്റെ സ്ട്രെങ്തിനെയാണ് പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, എഴുതിക്കോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ട്രെങ്ത് ഓഫ് എ മാഗ്നറ്റിക് പോൾ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ strength of a magnetic pole to attract magnetic material towards itself. And അതിന്റെ താഴെ എഴുതുക, ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ആൻഡ് അതിന്റെ SI യൂണിറ്റ് ആംപിയർ മീറ്റർ. ആംപിയർ മീറ്റർ സ്ക്വയർ എന്തിന്റെ SI യൂണിറ്റ് ആയിരുന്നു കിച്ചു? ആംപിയർ മീറ്റർ സ്ക്വയർ നമ്മുടെ ഈ ഡൈപോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ
യൂണിറ്റ്. ഓക്കെ, നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. അടുത്തതാണ് ഈ ടേബിൾ പഠിച്ചു വെച്ചേക്കണം. ഇതാണ് നമ്മുടെ മറ്റേ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് അനലോഗ് എന്ന് പറയുന്നത്. അതായത് സിമിലാരിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്കും അതുപോലെ തന്നെ മാഗ്നറ്റിസും തമ്മിലുള്ള സിമിലാരിറ്റീസ് പറയുന്ന ഒരു ടേബിൾ ആണിത്. ഓക്കെ, ആൻഡ് നമുക്കിവിടെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ഡൈപോൾ മൊമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഡൈപോൾ അല്ലെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഏത് ലെറ്റർ വെച്ചിട്ടാണ്? പി വെച്ചിട്ടാണ്. P is equal to 2aq അങ്ങനെയല്ലേ പറഞ്ഞേ? യെസ്. ദെൻ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏത് ഇത് വെച്ചിട്ടാണ്? M, ക്യാപിറ്റൽ ലെറ്റർ M. സോ അതാണ് ഇവിടെ ആദ്യമായിട്ട് പറയുന്ന കാര്യം. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ അറിയാം P is equal to 2aq ആണ്, M is equal to സ്മോൾ ലെറ്റർ M 2l ആണ്, 2lm. ഓക്കെ, അടുത്ത എന്താണ്? ഇക്വറ്റോറിയൽ ഫീൽഡ് ഫോർ എ ഷോർട്ട് ഡൈപോൾ. ഡൈപോൾ വെച്ച് കഴിയുമ്പം അവിടെ ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു? -P/4πε0r3. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് കിട്ടിയത്. പക്ഷെ മൈനസ് ഇല്ലായിരുന്നു തോന്നുന്നു കിട്ടിയപ്പോ അല്ലേ? ഇവിടെ മൈനസ് ഉണ്ടല്ലോ. മൈനസ് ഇട്ട് പഠിച്ചോ. സോ ഇവിടെ ഇക്വറ്റോറിയൽ മാഗ്നറ്റിക് ഡൈപോൾ ആണ് വെച്ചേക്കുന്നതെങ്കിൽ അവിടുത്തെ ഇക്വറ്റോറിയൽ ഫീൽഡിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് μ0/4πm/r3. ഇവിടെ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ d തന്നെയാണ് കേട്ടോ. ഓക്കെ, ദെൻ ആക്സിയൽ ഫീൽഡ് ഫോർ എ ഷോർട്ട് ഡൈപോൾ. ആക്സിയൽ ആണെങ്കിൽ എങ്ങനെയാണ്? 2p/4πε0r3. ഇവിടെ 2p വരും, ഇവിടെയും സെയിം വ്യത്യാസം തന്നെ ഉള്ളൂ, μ0/4π2m/r3. എക്സ്റ്റേണൽ ഫീൽഡ് ടോർക്ക്. ഇലക്ട്രോസ്റ്റാറ്റിക്കിലാണെങ്കിൽ എങ്ങനെയാണ്? P × E ആണ് അവിടുത്തെ ടോർക്ക് ആയിട്ട് വരുന്നത്. P എന്താണ്? മൊമെന്റം ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ആണെങ്കിൽ M × B ആയിരിക്കും. M എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. അടുത്ത എന്താണ്? എനർജി. എനർജി ഈസ് ഈക്വൽ ടു -P × E ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സില്. മാഗ്നറ്റിസത്തിലാണെങ്കിലോ -M × B ആണ്. ഓക്കെ, അറ്റ് ആക്സിയൽ പോയിന്റ് E. ഈ സെയിം ഇക്വേഷൻ ആണ് ഇവിടെ വീണ്ടും പറഞ്ഞേക്കുന്നത്. ഇവിടം വരെ ഒന്ന് എഴുതിയെടുക്കണം. അപ്പം 3 കോളം വരയ്ക്കുക. എന്റെ ഹെഡിങ് എന്താണ്? ദ ഡൈപോൾ അനലോഗി എന്ന് കൊടുക്കണം. അനലോഗ്സ് എന്ന് മീൻ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിമിലാരിറ്റീസ് എന്നാണ്. ഇവരെ രണ്ടുപേരെയും വ്യത്യാസങ്ങൾ പറയുന്നതിനെയാണ്. 3 കോളം വരയ്ക്കുക. അതിൽ ഒന്നാമത്തെ എന്തോ അനലോഗ് ഉണ്ടോ? എന്താ പിന്നെ വാച്ചിന്റെ സിമിലാരിറ്റീസ് ആയിരിക്കും. 3 കോളം വരയ്ക്കുക. ഓരോരോ സംശയങ്ങളെ. 3 കോളം വരയ്ക്കുക. അതില് ഫസ്റ്റ് കോളത്തിന് ഹെഡിങ് ഒന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന് കൊടുക്കണം. പ്രോപ്പർട്ടീസ്. സെക്കൻഡില് ഇലക്ട്രോസ്റ്റാറ്റിക്, രണ്ടാമത്തേല് മാഗ്നറ്റിസം. അങ്ങനെ 3 ഹെഡിങ് ആക്കുക. പ്രോപ്പർട്ടീസ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, magnetism. Properties, electrostatic magnetism. കൊടുത്തോ? അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ്. Electric dipole moment P is equal to 2aq. And magnetic dipole moment M is equal to 2lm. Small letter m.
അതൊക്കെ എഴുതണം. ഈ ഒരു ടേബിൾ എഴുതണം. അല്ല ഇത് മാത്രം എഴുതിയാൽ പോരാ, അല്ലാണ്ട് ചേച്ചി ഇപ്പൊ 2AQ ഒക്കെ എഴുതണം വേണ്ടല്ലോ. P is equal to 2AQ, M is equal to, പിന്നെ ടേബിൾ വല്ലതും എടുത്ത് നോക്കുമ്പോൾ ക്വസ്റ്റനൊക്കെ തലയിൽ ഇരുന്നുണ്ട്. 2LM അല്ല ഈ ബോക്സ് നിങ്ങൾ എഴുതിക്കോളില്ലേ, നാളെ ഇന്നലെ ക്ലാസ് ചെയ്യുമ്പോ എനിക്ക് എഴുതി ഇങ്ങ് അയച്ചു തന്നാ മതി, ഉറപ്പ് വരുത്താം കേട്ടോ. അല്ല നമുക്ക് ലാസ്റ്റ് എഴുതാം, ടേബിൾ അല്ലേ, ടേബിൾ വരച്ചു വെച്ചോ, ലാസ്റ്റ് എഴുതാം, പറഞ്ഞു കഴിഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ. മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ നേരത്തെയും നമ്മൾ എവിടെയോ ഗോസസ് ലോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യത്തിൽ. ഓക്കെ, ഗോസസ് ലോ എന്താണ് പറയണത്? ഇലക്ട്രിക് ഫീൽഡില് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു d phi is equal to 0. Okay, according to Gauss's law of magnetism, the net magnetic flux phi b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഗൗതം? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? അങ്ങനെയല്ല, എന്താ കിച്ചു ഇലക്ട്രിക് ഫ്ലക്സ്? അല്ല, മറ്റേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ സർഫേസ് അല്ലേ, നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അതായത് ഒരു ഫിക്സഡ് ഏരിയയിൽ കൂടി പാസ് ചെയ്തു പോകുന്ന നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. അത് phi is equal to ES എന്നൊരു ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. അതായത് ഒരു ഫിക്സഡ് ഏരിയയിൽ കൂടി പാസ് ചെയ്തു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അക്കോർഡിംഗ് ടു ഗോസസ് ലോ, എ മാഗ്നറ്റിസം, ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ്. നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഫിക്സഡ് ഏരിയയിൽ കൂടി പാസ് ചെയ്തു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. Through any closed surface is always 0. ഒരു ക്ലോസ്ഡ് സർഫേസിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓർത്ത് വെച്ചോണം, ഒരു ക്ലോസ്ഡ് സർഫേസിലെ കാര്യമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും 0 ആയിരിക്കും. അത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യത്തിലും ഇലക്ട്രിക് ഫ്ലക്സിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞാണ്. ഒരു ക്ലോസ്ഡ് സർഫേസിനുള്ളിലാണെങ്കിൽ, ഒരു കണ്ടക്ടറിനുള്ളിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് 0 ആയിരിക്കും. ഓർക്കണുണ്ടല്ലോ അല്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ പറയുന്ന കാര്യങ്ങളാണ്. കൺസിഡർ എ സ്മോൾ വെക്ടർ ഏരിയ എൻക്ലോസ്ഡ് എലമെന്റ് ds ഓഫ് ദ സർഫേസ്. ഓക്കെ, ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? d phi b നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു b into s. d എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു സർഫേസ് ഏരിയ. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ആൻഡ് ഗോസസ് ലോ പ്രകാരം എന്താണ് പറയണത്? അവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇന്റഗ്രൽ, ക്ലോസ്ഡ് സർഫേസ് എന്ന് കാണിക്കാനാണ് നമ്മൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇടുന്നത്. ക്ലോസ്ഡ് ഇന്റഗ്രൽ b ds is equal to 0. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ. സോ എന്താണ് ഗോസസ് ലോ പറയണത്? ഗോസസ് ലോ എഴുതിക്കോ, മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ. ഇത് 0 ആണെന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സർഫേസിലെ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് 0 ആയിരിക്കും. മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ. മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ ഹെഡിങ് ആണ്. ഗോസസ് ലോ state that Gauss's law state that for magnetism, comma, the net magnetic flux നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സിനെ
എന്തെന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്? 5b. ആ 5b കൂടെ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതി 0 എഴുതിയിട്ട് വെട്ടിടുന്നത് 5b. നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫേസ് through any closed surface is always zero. Okay, അതെഴുതിയോ? അത് കഴിഞ്ഞിട്ട് എന്താണ് എഴുതേണ്ടത്? നമുക്കറിയാം ഇലക്ട്രിക് അല്ല മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫിക്സഡ് ഏരിയ കൂടി പാസ് ചെയ്തു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എണ്ണാണ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ ഫൈ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫൈ ഈസ് ഈക്വൽ ടു ES എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിന്റെ കാര്യത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഫൈ ബി ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വരും? BS. ചെറിയ സർഫേസ് ആയതുകൊണ്ട് നമുക്ക് D കുറച്ച് എമൗണ്ട് മറ്റേ ഫ്ലക്സും ആയതുകൊണ്ട് d5b is equal to bds എന്ന് നമുക്ക് എഴുതാം. ആൻഡ് നമ്മുടെ ഗസ്സസ് ലോ എന്താണ് പറയണത്? ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ല മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണ് അത് എങ്ങനെ എഴുതും? സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ bds is equal to 0. ഇതാണ് ശരിക്കും ഗോസസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇന്റഗ്രൽ bds is equal to 0. ഓക്കെ അല്ലേ? ഇത്രയും ഇവിടെ വരെ ഒന്ന് വായിച്ചു നോക്കിക്കേ. എഴുതിയോ? അല്ല വായിച്ചോ? അത്രയും. അപ്പൊ നമ്മൾ ഇന്നലെ ഇന്നുമായിട്ട് പഠിച്ച എല്ലാ ഇക്വേഷൻസും ഒന്ന് ഓടിച്ച് നോക്കിക്കേ. ഇന്നലെ പഠിച്ചതാണെങ്കിൽ നമ്മളെ ടൈം പീരീഡ്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി. ഇന്നാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, ആക്സിയൽ പോയിന്റിലാണെങ്കിൽ ഇക്വറ്റോറിയൽ പോയിന്റിലാണെങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. അങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാം. നോക്കിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കട്ടെ? എല്ലാരും വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് പോയി. അർജുൻ ക്ലാസ്സിലുണ്ടോന്ന് ഞാൻ എങ്ങനെ അറിയും? ഒന്നെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് വെക്ക്, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്ലൈ ചെയ്താ. അല്ലേ ചേച്ചിയുടെ വീഡിയോ ഓഫ് ആണല്ലോ. എന്തോ? ചേച്ചിയുടെ വീഡിയോ ഓഫ് ആട്ടോ. എന്റെ വീഡിയോ ഓഫ് അല്ല, എന്റെ നെറ്റ് വീഴുന്നത്. അപ്പൊ എന്റെ സ്ക്രീൻ കാണത്തില്ല? ഇല്ല, സ്ക്രീനും പോയായിരുന്നു. ഓക്കെ, ആ പിന്നെ വന്നോളൂ. ഉള്ളങ്ങ് വീഴട്ടെ. എന്നിട്ട് സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാം. സൗണ്ട് ഓക്കെ ആണല്ലോ? ഇന്നത്തെ ക്വസ്റ്റ്യൻ എത്തിക്കും.
magnitude of the what is the magnitude of the ആ what is the magnitude of the ആ axial fields 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 ഓക്കെ ആ due to a bar magnet due to a bar magnet ഉം. due to a bar magnet of length 5 centimeter of length 5 centimeter ഹലോ സജിൻ വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടടാടിക്ക് ഉണ്ടായവെന്ന് ഇരട്ട സലിൻ എന്ന് വേണേ പറയാം. 10 ഡാഡി സലിൻ എന്നും പറയുന്നവരുണ്ട് ചിലവർ ഒരേ സമയത്ത് 100 ഡാഡീനെ അവർ സലിന് കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ വെച്ച്. സലിൻ ചിലപ്പോൾ ബെൻഡ് ആവും. സലിൻ ബെൻഡ് ഓവർ സലിൻ. നീ അവിടെ പോവാ. ആ ഓക്കെ. എഴുതിയേക്കണൊക്കെ തെറ്റാണല്ലോ. തന്നെ കാണിച്ചിട്ടിങ്ങനെ എന്നതായിരിക്കും നീ ആയിട്ട് എല്ലാവരും വേറെ ഇല്ലേ. എന്നാ ശരി. okay ഓക്കെ എവിടം വരെ എഴുതിയ what is the magnitude of axial field due to a bar magnet of length 5 centimeter at a distance of 50 centimeter from its midpoint. Question mark. The magnetic moment of the bar magnet is 0.40 ampere meter square. 0.40 ampere meter square. Yes. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ഇക്വേഷൻ കണ്ടുപിടിക്കുക. അല്ല, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, തന്നിരിക്കുന്ന സാധനങ്ങൾ എഴുതുക, എന്നിട്ട് പറയുക. സാധനങ്ങൾ എഴുതുമ്പോൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാനുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് പറയുക. ഓക്കെ, എന്തൊക്കെ ഗൗതം നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടുള്ള? ഡി 5 സെന്റിമീറ്റർ ആണ്.
5 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.5 മീറ്റർ. പിന്നെ അത് മാത്രമേ തന്നിട്ടുള്ളൂ? പിന്നെ മാഗ്നെറ്റിക് മൊമെന്റ്. മാഗ്നെറ്റിക് മൊമെന്റ് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എം ആണല്ലേ? മാഗ്നെറ്റിക് മൊമെന്റ് എം വന്നിട്ടുണ്ട്. എം ഈസ് ഈക്വൽ ടു 0.40. ഓക്കെ, നമ്മൾ ഏത് ഇക്വേഷൻ ഇട്ടാ കിച്ചു നമ്മൾ ചെയ്യണ്ടേ? അത് മറ്റേ ആക്സിയൽ ലൈനിന്റെ b is equal to mu 0 divided by 4 pi 2m by d cube. ഓക്കെ, അതിൽ നമുക്ക് mu 0യുടെ വാല്യൂ എത്രയാ അർജുൻ? mu 0യുടെ വാല്യൂ 4 into അല്ല 4 pi into 10 raised to minus ആണ്. pi ഉണ്ട് കേട്ടോ. യെസ്, ഇക്വേഷൻ എഴുതുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എത്ര ആൻസർ കിട്ടുമെന്ന് വേഗം പറഞ്ഞു. പൈയുടെ വാല്യൂ 3.14. ചേച്ചി ഈ മറ്റേ ഇതിനെ 5 into 10 raised to minus 2 നിർത്താൻ കുഴപ്പമുണ്ടോ? ഇല്ല, അല്ലെങ്കിൽ 0.5 തന്നെ എടുത്തോ. ആ 10 raised to minus 7 അവിടെ കിടന്നോട്ടെ, അതിന് പ്രത്യേകിച്ച് സോൾവ് ആക്കാൻ പോകണ്ട. അപ്പൊ നോർമൽ വാല്യൂസ് മാത്രമല്ലേ ഉള്ളൂ. 10 raised to minus 7 വന്നോണ്ടല്ലേ, അതുകൊണ്ട് ചോദിച്ചാണോ? വെറുതെ ചോദിച്ചാണെങ്കിൽ 10 raised to minus 2 എടുത്താലും കുഴപ്പമില്ല. ഫോർ പൈയും ക്യാൻസൽ ആയി പോവും. പിന്നെ എങ്ങനെയാണ് വന്നത്? 10 raised to minus 7 into 2 into 0.40 divided by 0.5 cube. .4 ഒക്കെ വരുമോ? 6.4 into 10 raised to minus 4. 10 raised to minus 4. minus 4 തെറ്റാണ്. -4 ചേച്ചി പറഞ്ഞതാ. -4 ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഓ -7 എന്നല്ലേ പറഞ്ഞ? ഓക്കെ, -7 കിട്ടിയ അർജുനെ? ഗൗതം ഡയറക്റ്റ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. B is equal to 5.3 അല്ല 5 പോയിന്റ് വരികയല്ലോ. എങ്ങനെയാണ്? 10 raised to minus 7 4 പൈ ക്യാൻസൽ ആയി into 2 into m എത്രയായിരുന്നു? 0.40 divided by 0.5 cube. 0.5 cube എത്രയാ? 0.00 അടയ്ക്കത്
0.1 മൾട്ടിപ്ലൈ അല്ലേ ചെയ്തത്? എന്തോ 15 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താ? അത് ആക്ച്വലി നമുക്ക് യൂസ് ചെയ്യാനില്ലാത്തൊരു what is the magnitude of the axial field due to bar magnet of length 5 cm? bar magnetന്റെ ലെങ്ത് 5 cm. അതാണ് നമുക്ക് ശരിക്കും വേണ്ട ഡിസ്റ്റൻസ്. at a distance of 50 cm from its midpoint. മിഡ്പോയിന്റിൽ നിന്ന് 50 cm എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് മാഗ്നറ്റും പി എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള മിഡ് പോയിന്റ് ആണ് 50 cm. സോ അത് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വേണ്ടേ? അത് ചെയ്യാനില്ലേ? വേണ്ടടാ, വേണ്ട, ഇല്ല. ഓക്കെ, നമുക്ക് അവിടെ വേണ്ട നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണം? നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് വേണം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലെ ഡിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റ്, ലെങ്ത് ഓഫ് മാഗ്നറ്റ്, അത്രയാണ് നമുക്ക് വേണ്ടുള്ളൂ. ആ രണ്ട് വാല്യൂ നമുക്ക് മതി ഈ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അവിടെ മിഡ് പോയിന്റിന്റെ ആവശ്യം നമുക്ക് ഇല്ല. സോ 0.5 ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത്? 0.125 ആണ്. 0.5 ക്യൂബ് എന്ന് പറയുമ്പം അര 1.5 1.5 125 125 ആണ്. അങ്ങനെ വരുമ്പം 2 into 0.40 2 into 0.40 is equal to 0.8. 0.8 divided by 0.125 is equal to 6.4. സോ നമുക്ക് കിട്ടുന്നത് 6.4 into 10⁻⁻7 എന്നാണ്. അങ്ങനെ കിട്ടിയോ ഗൗതം? ഇങ്ങനെയാണ് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു. Determine the magnitude of the equatorial fields due to a bar magnet of length 6 cm at a distance of 60 centimeter from its midpoint. Full stop. The magnetic moment of the bar magnet is the magnetic moment of the bar magnet is 0.60 ampere meter square am square. 0.60 am square, ampere meter square. ഓക്കെ, എഴുതിയില്ലേ? ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് വർക്കുണ്ട്. എന്തോ ഒരുപാട് വർക്കുണ്ട് ചേച്ചി, ഒരെണ്ണം പോരെ? 2 ദിവസമായിട്ട് അയച്ചാൽ മതി. ഓരോ ദിവസം അയച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എഴുതിക്കോ. ഗൗതത്തിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫുള്ള് കിട്ടിയില്ലേ?
സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതി. A straight solenoid of a straight solenoid of a straight solenoid of length 50 centimeter 50 of length 50 centimeter has 1000 turns per meter. Has 1000 turns per meter. 1000 turns per meter and a mean cross-sectional area and a mean cross-sectional area of and a mean cross-sectional area of 2 into 10 raised to minus 4 meter square. 2 into 10 raised to minus 4 meter square. Full stop. It is placed with its axis at it is placed with its axis at 30 degree. At 30 degree. Comma. With a uniform magnetic field of 0.32 Tesla. Tesla T ആണ് കേട്ടോ. Full stop. Find the torque acting on the solenoid. Find the torque acting on the solenoid. When a current of 2 ampere is pass it through it. Tesla കഴിഞ്ഞിട്ട് find the torque acting on the solenoid. കഴിഞ്ഞല്ല നമ്പർ എത്ര? It is placed with its axis at 30 degree with a uniform magnetic field of 0.32. Uniform magnetic field of 0.32. Okay. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യണമെങ്കിൽ നേരത്തെ പാഠത്തിൽ ഇക്വേഷൻസ് ഒക്കെ എടുത്ത് നോക്കണം കേട്ടോ. എങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ. അത്രയും അടുത്ത ക്ലാസ്സിൽ നോക്കി ഹോംവർക്ക് ഇന്ന് നാളെയൊക്കെ ആയിട്ട് അയച്ചിടുക കേട്ടോ. അർജുനോടും പറഞ്ഞേക്കണം. പിന്നെ ആ ടേബിള് വേഗം വരച്ചിട്ട് എനിക്ക് അയച്ചിടണം, മറ്റേ അനലോഗിന്റെ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.